മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ആണ് വിമാനാപകടത്തിൽ മരണപ്പെട്ടത്. അദ്ദേഹം മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ബാരാമതിയിലെ ലാൻഡിങ്ങിന് തൊട്ടു മുമ്പാണ് അപകടമുണ്ടായത് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും ലഭ്യമാകുന്നതേയുള്ളൂ. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. പൂർണ്ണമായും വിമാനം കത്തിയമർന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന സാഹചര്യം. വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം മരണപ്പെട്ടു എന്നതാണ്. പൈലറ്റും അംഗരക്ഷകരും ഉൾപ്പെടെ മരണപ്പെട്ടു എന്നത് തന്നെയാണ് വിവരം. അതേസമയം ബ്ലാക്ക് ബോക്സ് ലഭിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അപകട കാരണം കൂടുതൽ വ്യക്തമാകും പിന്നീട് എന്നുകൂടി നമുക്ക് ചേർത്ത് വെച്ച് പറഞ്ഞു പോകാൻ സാധിക്കുന്നു. രാജ്യത്തെ നടുക്കിയ മറ്റൊരു വിമാന ദുരന്തം. ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. NCPയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ആണ് ഇപ്പോൾ അജിത് പവാറിൻ്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത്. ശരത് പവാറിന് ശേഷം ആര് എന്ന ചോദ്യം ഒരിക്കൽ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലെല്ലാം ഉയർന്നു കേട്ടിരുന്ന പേരായിരുന്നു അജിത് പവാറിൻ്റേത്. എന്നാൽ പിന്നീട് പാർട്ടിക്കകത്ത് തന്നെയുണ്ടായ അസ്വാരസ്യങ്ങൾ, അതിനെ തുടർന്ന് പാർട്ടി പിളർന്നു പോകുന്ന സാഹചര്യം. അങ്ങനെയുള്ള പിളർപ്പിൽ ഒരുപക്ഷെ ശരത് പവാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അജിത് പവാറിനോടൊപ്പമാണ് പ്രമുഖരെല്ലാവരും അണിനിരന്നത് എന്നതായിരുന്നു ആ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. മഹാരാഷ്ട്ര എന്നത് ഒരു രാഷ്ട്രീയ നാടകവേദി കൂടിയായി മാറിയ സാഹചര്യം ആയിരുന്നു സൃഷ്ടിക്കപ്പെട്ടത്. അതിനുശേഷം BJPയുമായി കൈകൊടുത്ത അജിത് പവാറിനെ, NDAയുടെ ഭാഗമായി നിൽക്കുന്ന അജിത് പവാറിനെ കാണാൻ സാധിച്ചു. അങ്ങനെ അജിത് പവാർ ഒരിക്കൽ കൂടി ഉപമുഖ്യമന്ത്രിയായ സാഹചര്യം ആണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത്. ബാരാമതി ആയിരുന്നു അജിത് പവാറിൻ്റെ രാഷ്ട്രീയ തട്ടകം. പവാർ കുടുംബത്തിന് ഏറ്റവും സ്വാധീനമുള്ള പ്രദേശം എന്നത് ബാരാമതിയാണ്. ആ ബാരാമതിയിൽ നിന്ന് 8 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽവിയറിയാതെ വിജയിച്ച അജിത് പവാർ, അജിത് പവാർ ആണ് ഇപ്പോൾ ബാരാമതിയിലേക്കുള്ള യാത്രയ്ക്കിടെ മരണപ്പെടുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ബാരാമതി സ്വന്തം തട്ടകമായിരുന്നു. ബാരാമതിയിൽ നിന്ന് പലപ്പോഴായി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി. നിയമസഭയിലേക്ക് മാത്രമല്ല ലോക്സഭയിലേക്കും ബാരാമതിയിൽ നിന്നുള്ള അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അജിത് പവാറിന് സാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള അജിത് പവാർ ആണ് യാത്രയിൽ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് അപകടത്തിൻ്റെ കാരണം? 8:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിനപ്പുറത്ത് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ. സജിത്ത്, ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ലാത്തത് ഈ ബാരാമതിയിലെ വിമാനത്താവളം എന്നത് അങ്ങനെ വലിയ ഒരു വിമാനത്താവളം അല്ല. ഈ അടിയന്തര സാഹചര്യങ്ങളിൽ ഒക്കെ ഇത്തരം പ്രത്യേക ചാർട്ടേഡ് വിമാനങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു വിമാനത്താവളം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം പൈലറ്റുകൾക്ക് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരിടം കൂടിയാണ് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ തീർച്ചയായും സ്വകാര്യ ജെറ്റാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അത് പരിചയസമ്പന്നരായ പൈലറ്റുമാർ തന്നെയാണ് പലപ്പോഴും ഈ വാഹനം പറപ്പിക്കാറുള്ളത്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? രാജ്യം ഞെട്ടലിലാണ് അഭിലാഷ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു? സ്വാഭാവികമാണ്. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഗൗരവമായ അന്വേഷണം, ആരോപണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നടക്കേണ്ടതാണ്. അത് നടക്കുകയും ചെയ്യും. ആ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിൻ്റെ സ്വാഭാവികമായും വിമാനത്തിന് എന്തുപറ്റി എന്ന ശാസ്ത്രീയമായ തെളിവുകൾ നമ്മുടെ പക്കലുണ്ടാവുന്നു. മറ്റെന്തെങ്കിലും ഗൂഢാലോചന ആരോപണങ്ങൾ സ്വാഭാവികമായും ഉയരുമ്പോൾ ആ തരത്തിൽ കൂടി അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ്. മഹാരാഷ്ട്ര സർക്കാർ തന്നെ ആ തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേവേന്ദ്ര ഫഡ്നാവിസുമായുള്ള ആശയവിനിമയം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഗൗരവമായ കൂടിയാലോചനകളും നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരത് പവാർ ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് അജിത് പവാർ. അതുകൊണ്ട് തന്നെ കുടുംബപരമായ വൈകാരിക ബന്ധങ്ങളൊക്കെ നിരവധിയുണ്ട്. രാഷ്ട്രീയപരമായി വിരുദ്ധ ചേരികളിലാണെങ്കിൽ കൂടിയും എന്തായാലും ശരത് പവാർ ഉടൻ തന്നെ അവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ അല്പസമയത്തുള്ളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗികമായ നിലപാട് കൂടി ഇക്കാര്യത്തിൽ നമുക്ക് ഉണ്ടാകുമെന്ന് കരുതാം. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ എല്ലാം അനുശോചനം വന്നുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന പ്രത്യേകതയുണ്ട്. ബജറ്റ് സമ്മേളനം തുടക്ക ദിവസമാണ്. ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമാണ് നടക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു ദുരന്ത വാർത്ത നമുക്ക് മുന്നിലേക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റും ഔദ്യോഗികമായ ഒരു ദുഃഖാചരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേതാക്കളുടെയൊക്കെ ഒരു അനുശോചന രേഖപ്പെടുത്തലൊക്കെ സഭയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എല്ലാവരുടെയും പ്രതികരണങ്ങൾ വരികയാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വളരെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ വരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ഒപ്പം
മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പവാർ കുടുംബത്തിൻ്റെ പ്രതികരണം കൂടി വരുന്നിട്ടുണ്ട്. സുപ്രിയ സുലെ അവരുടെ സോഷ്യൽ മീഡിയയിൽ അത് സംബന്ധിച്ചൊരു വൈകാരിക പ്രകടനം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഡിവാസ്റ്റേറ്റഡ് അതാണ് അവർ നടത്തിയിരിക്കുന്ന പ്രതികരണം. ഒപ്പം കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടന്നുവരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനം നേരത്തെ തന്നെ വന്നതാണ്. ഞെട്ടലിലാണ്, ഈ അപകടത്തിൻ്റെ ഒരു ഞെട്ടലിലാണ് പ്രധാനമന്ത്രിയും പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി, ലാലു പ്രസാദ് യാദവ്, ഒപ്പം മറ്റു പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെല്ലാം ഈ അപകടത്തിലുള്ള ഞെട്ടൽ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഗൗരവമുള്ള അന്വേഷണങ്ങൾ നടക്കും. അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ അപകടത്തിൻ്റെ ഒരു ഞെട്ടൽ അത് സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളാണ്. എന്തായാലും പാർലമെൻറ്റിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ആദ്യം ഉണ്ടാകും തന്നെ നമുക്ക് കരുതാം. നിലവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക പരിപാടികൾക്കിടയിലായിരുന്നു അദ്ദേഹം. ഒരു സ്വകാര്യ വിമാനത്തിലാണ്. വിമാനത്തിൻ്റെ തകരാർ സംബന്ധിച്ച മറ്റെന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള ഫ്ലൈറ്റ് വിവരങ്ങൾ ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കപ്പെടും. ഒപ്പം അവിടെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ കൂടിയൊക്കെ ഇതിൻ്റെ ഭാഗമായി കൂടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപകടം നടന്ന ഉടൻ തന്നെ അവിടേക്ക് എത്തിയെങ്കിൽ കൂടിയും രക്ഷാപ്രവർത്തന നീക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും പൂർണ്ണമായും തകർന്നു പോയ വിമാനമാണ്. ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സാഹചര്യം. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി സ്വാഭാവികമാണ്. വിമാനാപകടങ്ങളെല്ലാം നടക്കുന്നത് പോലെ തന്നെ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ആരെയും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പാർലമെൻറ്റിൽ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ, അനുശോചനം നമുക്ക് അറിയാനാവും. യെസ്, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ നയപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം നടക്കുകയാണ്. പാർലമെന്റിൽ അംഗം കൂടിയായിരുന്ന ആൾ ആണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം NDA സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെയാണിപ്പോൾ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു. ഒപ്പം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യം കൂടിയായിരുന്നു അജിത് പവാർ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അജിത് പവാർ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അടക്കം ചാണക്യതന്ത്രങ്ങൾ മെനയുന്നതിൽ നിർണായകമായിട്ടുള്ള ആൾ കൂടി എന്ന് പറയേണ്ടതായി വരുന്നു. ഒപ്പം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം കൂടുതൽ ജനസമ്മതി നേടിയിരുന്നു. മറ്റ് രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കുമൊക്കെ അപ്പുറം ബാരാമതി എന്ന പ്രദേശത്ത്, ബാരാമതി നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബാരാമതി എപ്പോഴും അജിത് പവാറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ 22ാമത്തെ വയസ്സിൽ ബാരാമതിയിൽ നിന്ന് ആരംഭിച്ച അജിത് പവാറിൻ്റെ യാത്ര അത് 66ാമത്തെ വയസ്സിൽ വിമാനാപകടത്തിൽ ബാരാമതിയിൽ തന്നെ അവസാനിക്കുന്നു എന്നതാണ് ദുഃഖകരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.